മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസ് ലഭിച്ചതൊഴിച്ചാൽ മീനാക്ഷി നടരാജനെതിരെ മറ്റു കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് 12 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പത്രികയിൽ നൽകിയില്ലെന്നാരോപിച്ചാണ് രാജ്യസഭാ സീറ്റിലേക്കുള്ള മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക കമ്മീഷൻ തള്ളിയത്. ധനസുമോദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, എന്താണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന മറുവാദം? നിഷാദ്, കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത് കേവലം ഒരു നോട്ടീസ് അയക്കുക മാത്രമാണ് കോടതി ചെയ്തത്, അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. മാത്രമല്ല, മീനാക്ഷി നടരാജന് 2025 നൽകിയിരിക്കുന്ന ഈ നോട്ടീസ് കാണിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പത്രിക തള്ളിക്കാൻ മാത്രം ഒരു ഗൗരവമുള്ള കാര്യമല്ല സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും 2 പേരെ ജയിപ്പിക്കാനുള്ള ഒരു വോട്ട് മാത്രമാണ് അവിടെ BJPക്കുള്ളത്. BJP 3 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഈ 3 സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഈ കോൺഗ്രസിന്റെ ഒരു സീറ്റ് അട്ടിമറിച്ചുകൊണ്ട് 3 പേരെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് വേണ്ടി വരണാധികാരി കൂട്ടുനിന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ വരണാധികാരിയുടെ നീക്കം തടഞ്ഞുകൊണ്ട് ആ പത്രിക വീണ്ടെടുക്കാനുള്ള ഒരു നടപടിയെല്ലാം വീണ്ടും മീനാക്ഷി നടരാജനെ മത്സരിപ്പിക്കാനുള്ള ഒരു അനുമതി നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം.